ഞാനിങ്ങോട്ട് വരുമ്പോഴൊക്കെയും അമ്മയ്ക്ക് ഈയൊരു കാര്യം മാത്രമേ പറയാനുള്ളൂ. കയ്യിലിരുന്ന ബാഗ് വലിച്ചെറിഞ്ഞുകൊണ്ട് അനന്തൻ മുകളിലത്തെ നിലയിലേക്ക് കയറിപ്പോയി. പിന്നെ എനിക്ക് പറയാനുള്ളത് ഞാൻ നിന്നോടല്ലാതെ വേറെ ആരോടെങ്കിലും പറയാൻ പറ്റുമോ? അംബികയും വിട്ടില്ല. ചാടിക്കടിച്ചുകൊണ്ടുള്ള അവന്റെ പോക്ക് കണ്ട് അടുക്കളയിലേക്ക് പോയി. വന്ന പാടെ ഒച്ചപ്പാടും ബഹളവുമാണല്ലോ. എന്താണ് ഇന്നത്തെ പ്രശ്നം? അടുക്കളയിൽ ജോലിക്ക് നിൽക്കുന്ന സരസ്വതി ചേച്ചി അംബികയോട് ചോദിച്ചു. ഞാൻ വേറെ എന്ത് കാര്യത്തിനാണ് ചേച്ചി ബഹളം വെക്കണേ? ഒക്കെ അവന്റെ കല്യാണകാര്യത്തെക്കുറിച്ച് തന്നെയാണ്. 10 തലമുറയ്ക്ക് വെറുതെ ഇരുന്നുണ്ണാനുള്ള വകയുണ്ട്. പക്ഷെ അനുഭവിക്കാൻ ആളുകൂടെ വേണ്ടേ? ചേച്ചിക്കറിയാമോ, അടുത്ത 12-ന് വയസ്സ് 30 തികയും അനന്തന്. വിവാഹം ഇതിനുള്ളിൽ നടന്നാൽ നടന്ന്, ഇല്ലെങ്കിൽ പിന്നെ വിവാഹയോഗം ഇല്ലെന്നാണ് പണിക്കര് പറഞ്ഞിരിക്കുന്നത്. അതെങ്ങാനും ഇവന്... ഓഹോ, അപ്പൊ അയാളാണ് ഇതിനു പുറകിലല്ലേ? അംബിക പറഞ്ഞു തീരുന്നതിന് മുൻപ് അനന്തന്റെ ശബ്ദം പിറകിൽ നിന്നും കേട്ടവർ തിരിഞ്ഞു നോക്കി. ആ കാവടി കിളവനോട് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, അങ്ങേരുടെ ഉടായ്പ ജോത്സ്യവും കൊണ്ട് ഇങ്ങോട്ട് കയറരുതെന്ന്. ഇന്നത്തോടെ അയാളുടെ കാവടി വലിച്ചൂരി തോടിലെറിയും ഞാൻ. ഉച്ചത്തിൽ ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് മുണ്ടും മടക്കി കുത്തി അവൻ ഉമ്മറത്തേക്ക് നടന്നു. അയ്യോ എന്റെ ദേവി, എനിക്ക് വയ്യ. എടാ അവിടെ നിൽക്കാം മോനെ. അംബിക പിന്നാലെ ഓടി. വന്നപ്പോഴേക്കും അവൻ ബുള്ളറ്റിൽ പാഞ്ഞു പോയിരുന്നു. എന്റെ ദേവി, എനിക്കറിയില്ല ഇവന്റെ ഈ ദേഷ്യം ഒന്ന് കുറയ്ക്കാൻ എന്ത് ചെയ്യുമെന്ന്. എത്ര കാലമായി നേർച്ചയും കാഴ്ചയായി ഞാൻ നടക്കുന്നു. അവർ ദൈവത്തിനോട് അപേക്ഷിച്ചു. എന്തായാലും ഇന്നത്തോടെ പണിക്കരുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി. അനന്തം കുഞ്ഞിന്റെ വാശിയും ദേഷ്യമൊക്കെ അറിഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരു ആലോചന വരുമെന്നോ ഞാൻ ആലോചിക്കണേ. ഇപ്പൊ പഴയ കാലമൊന്നുമല്ല. സരസ്വതി ചേച്ചി എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് അടുക്കളയിലേക്ക് പോയി. അംബിക വിഷമത്തോടെ സോഫയിലേക്കിരുന്നു. എന്റെ ദേവിയെ, അനന്തന്റെ ദേഷ്യവും വാശിയൊക്കെ കുറയാനും അവന് കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കാനും മനസ്സുള്ള ഒരു മോളെ അവന്റെ കണ്ണിൽ കാണിക്കണേ അമ്മേ. അവർ മനമൊരുക്കി പ്രാർത്ഥിച്ചു. ദൂരെ നിന്നും അനന്തന്റെ ബുള്ളറ്റ് വരുന്നത് കണ്ടതും പണി പാളിയെന്ന് മനസ്സിലാക്കിയ പണിക്കർ പ്രശ്നം വെച്ചുകൊണ്ടിരുന്ന കവടിയും പലകയും എടുത്തുകൊണ്ട് പിന്നാമ്പുറത്തെ വാഴപ്പറമ്പിലൂടെ ഓടി. ഡോ പണിക്കരെ, നിക്കടോ! അവൻ അയാളുടെ പിന്നാലെ പോയി. എന്റെ പൊന്നുമോനെ, വയറ്റിപ്പിഴപ്പിന് ചെയ്തതാണേ. ചത്താലും ഇനി മോന്റെ സമയം ഞാൻ നോക്കില്ല. എന്നെ വെറുതെ വിട്ടരെ, അയാൾ ഓടുന്നതിനിടയിൽ പറഞ്ഞു. തന്നെ ഇനി ആ പരിസരത്തങ്ങനെ കണ്ടാൽ... അതും പറഞ്ഞുകൊണ്ട് അവൻ തിരിഞ്ഞതും നേരെ പിന്നിലുള്ള ഒരാളുടെ മേലിടിച്ചു. അവളുടെ കയ്യിലിരുന്ന ഒരു ട്രേ മുട്ടയും ചന്നം പിന്നെ നിലത്ത് വീട് ചിതറി. തന്റെ മുഖത്തെന്താടോ കണ്ണില്ലേ? എന്റെ 25 മുട്ടയാ താഴെ കിടക്കുന്നത്, സാമദ്രോഹി! അനന്തന്റെ മുന്നിലൊരുത്തി നിന്ന് ചീറ്റുന്നു. പണിക്കരോടുള്ള ദേഷ്യത്തിന്റെ കൂടെയാണ് ഒരു പൂത്താങ്കിരി പെണ്ണ് അവന്റെ നേരെ നിന്ന് ചീറുന്നത്. ഇതുതന്നെയാണ് നിന്നോടും എനിക്ക് ചോദിക്കാനുള്ളത്. മുഖത്ത് ഈ മുട്ടയുടെ വലിപ്പമുള്ള 2 ഉണ്ട കണ്ണുണ്ടല്ലോ, നിനക്ക് നോക്കി നടക്കാൻ പാടില്ലായിരുന്നോ? അനന്തനും വിട്ടില്ല. ഹാഹാ, എന്നെ വന്നിടിച്ച് എന്റെ കയ്യിലിരുന്ന മുട്ടയിൽ നിലത്തിട്ട് പൊട്ടിച്ചിട്ട് താൻ എന്റെ മെക്കെട്ട് കയറുവാണോ? അവൾ ധാവണിത്തുമ്പ് ഇടുപ്പിൽ ചുറ്റി. എടി പെണ്ണേ, ഒരുപാടങ്ങ് വിളയല്ലേ. ഞാൻ ആരാന്ന് നിനക്കറിയില്ല. അനന്തൻ മുണ്ടുമടക്കി കുത്തി. താൻ ആരായാലും എനിക്കെന്താ? മര്യാദയ്ക്ക് എന്റെ മുട്ടയുടെ കാശ് എന്നിട്ട് ഒരു സോറിയും പറഞ്ഞിട്ട് പൊക്കോ. അവൾ വീണ്ടും പറഞ്ഞത് അനന്തന്റെ ദേഷ്യം ഇരട്ടിപ്പിച്ചു. സോറി ഞാൻ നിന്നോട്. നീ കുറെ വാങ്ങും എന്റേന്ന്. പോയെ പോയെ. അവൻ പുച്ഛത്തോടെ പറഞ്ഞുകൊണ്ട് ബുള്ളറ്റിനടുത്തേക്ക് നടന്നു. ആഹാ, അങ്ങനെ അങ്ങ് പോയാലോ? മര്യാദയ്ക്ക് എന്റെ പൈസ താടോ. അവളും വിട്ടില്ല. ഇതേ പെണ്ണെ, മര്യാദയ്ക്ക് മാറി നിൽക്കുന്നതാണ് നല്ലത്. അവൻ മുഷ്ടി ചുരുട്ടി വെച്ചു. താൻ തട്ടിയിട്ട് പൊട്ടിച്ച മുട്ടയുടെ കാശാണ് ഞാൻ ചോദിച്ചത്. അത് തന്നെ തരാൻ പറ്റില്ല എന്ന് ഞാനും പറഞ്ഞത്. അവൻ ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോഴേക്കും അവൾ മുന്നിൽ കയറി വട്ടം വെച്ചു. താൻ എന്റെ പൈസ തരാതെ ഒരടി മുന്നോട്ട് പോവില്ല. അവൾ രണ്ടും കൽപ്പിച്ചു തന്നെ നിന്നു. അപ്പോഴേക്കും അവിടുന്ന് ഇവിടുന്നും കുറച്ചു പേർ നോക്കുന്നത് അനന്തൻ കണ്ടു. ഒന്നാമതേ ദേഷ്യം കൊണ്ട് കണ്ണ് കാണാതെ ഇരിക്കുന്ന സമയം അപ്പോഴാണ് ഈ പെണ്ണും. ഇനി നിന്നാൽ പരിധി വിട്ട് വല്ലതും സംഭവിക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട് അവൻ പോക്കറ്റിൽ നിന്നും 500-ന്റെ ഒരു നോട്ടെടുത്ത് അവൾക്ക് നേരെ നീട്ടി. ഇതാണ് അന്തസ്, ഇനി പൊക്കോ. അവളൊരു വിജയച്ചിരിയോടെ പൈസ വാങ്ങി സൈഡിലേക്ക് ഒതുങ്ങി നിന്നു. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടി പൂത്താങ്കിരി. അനന്തൻ അവളെ നോക്കി പല്ല് കടിച്ചുകൊണ്ട് വണ്ടി മുന്നോട്ടെടുത്തു പോയി. അവൻ പോയതും അവൾ അവൻ കൊടുത്ത കാശിലേക്ക് നോക്കി പുഞ്ചിരിച്ചു. പിന്നെ ദൂരേക്ക് മറയുന്നവനെയും. ദിവസങ്ങൾ കഴിഞ്ഞുപോയി. ഇതിനിടയിൽ പലതവണയായി അനന്തൻ അവളെ പലയിടത്തും വെച്ച് കണ്ടെങ്കിലും രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കി ഒരു വെച്ച് തിരിഞ്ഞു പോകും. മോനെ, ഞാൻ പറഞ്ഞത്... അംബിക മടിച്ചു നിന്നു. അനന്തൻ മറുപടിയൊന്നും പറഞ്ഞില്ല. ഒന്ന് നോക്കി. അതിലുണ്ടായിരുന്നു അവർക്കുള്ള മറുപടി. എന്തായി, പറഞ്ഞോ? സരസ്വതി ചേച്ചി ചോദിച്ചു. എവിടുന്ന്? അവൻ മിണ്ടാ സമ്മതിക്കണ്ടേ? ഇങ്ങോട്ട് വന്ന ആലോചനയെ. നല്ല കുട്ടി, നല്ല കുടുംബം. എന്റെ ദേവി, അവനൊന്ന് പറയാനെങ്കിലും സമ്മതിക്കണേ. അവർ ദൈവത്തോട് പ്രാർത്ഥിച്ചു.
കാവിലെ കൊടിയേറ്റത്തിന് വന്നതാണ് അനന്തനും അമ്മയും. അമ്മ പ്രസാദം വാങ്ങാൻ നിന്ന നേരം കൊണ്ട് അവൻ പുറത്തിറങ്ങി. അവൻ പടിക്കെട്ടുകൾ ഇറങ്ങി വന്നതും അവനെതിരെ കരിമ്പച്ചയും വെള്ളയും കലർന്ന ധാവണിയുടുത്ത് മുടിയഴിച്ച് കരിമഷിയാൽ കണ്ണുകൾ കടിപ്പിച്ചെഴുതി കാവിലെ ഭഗവതി എന്ന് തോന്നിപ്പിക്കും വിധം അവൾ മുകളിലേക്ക് കയറി വന്നു. എന്തോ ഒരു നിമിഷം അനന്തൻ കണ്ണെടുക്കാതെ അവളെ നോക്കി നിന്നുപോയി. അവൾ അവനെ കടന്നുപോയതും ചന്ദനത്തിന്റെ ഗന്ധമായിരുന്നു അവൾക്കവനിൽ. അതൊരു കുളിര് പടർത്തി. ഡാ അനന്താ! ആരുടെയോ വിളി കേട്ടാണ് അനന്തൻ യാഥാർത്ഥ്യത്തിലേക്ക് മടങ്ങി വന്നത്. ചന്തു! അനന്തൻ അവന് കൈകൊടുത്തു. നീ എപ്പോ എത്തി? ചന്തു ചോദിച്ചു. ഒരാഴ്ച കഴിഞ്ഞു. നിന്നെവിടെങ്ങും കണ്ടില്ല. എവിടെയായിരുന്നു? കുറച്ച് ജോലിയായിട്ട് ചെന്നൈയായിരുന്നു. പതിയെ ഇരുവരും സംസാരത്തിലേക്ക് കടന്നു. ചന്തുവേട്ടാ! പിന്നിൽ നിന്നൊരു വിളി കേട്ട് അവർ തിരിഞ്ഞു നോക്കിയതും അവളാണ് അനന്തന്റെ പൂത്താങ്കിരി. ദാ പ്രസാദം. അവൾ ചന്തുവിന് പ്രസാദം കൊടുത്തു തിരിഞ്ഞു. ഡീ, നീ അവന് കൊടുക്കുന്നില്ലേ പ്രസാദം? ചന്തു ചോദിച്ചു. പിന്നെ എനിക്ക് വേറെ പണിയില്ലല്ലോ. അവൾ മുഖം കൂടിച്ചു. അല്ലേലും ആർക്ക് വേണം? പൊടി. ഡോ, എടീ പൊടിന്ന് വിളിച്ചാലുണ്ടല്ലോ. ഇല്ല വേണ്ട, ക്ഷേത്ര പരിസരമായിപ്പോയി. ഞാൻ പോവാ ചന്തുവേട്ടാ. അവൾ ചാടിത്തുള്ളിപ്പോയി. രണ്ടിനും ഇന്നും ഒരു മാറ്റവും ഇല്ല. ചന്തു പറയുന്നത് കേട്ട് അനന്തൻ അവനെ സംശയത്തോടെ നോക്കി. നിനക്കറിയോ അവളെ? അവൻ ചോദിച്ചു. അറിയോന്നോ? എടാ, നിനക്കവളെ മനസ്സിലായില്ലേ? ഇല്ല. എടാ, അത് കല്യാണിയാ. ദേവീവിലാസത്തിലെ നമ്മുടെ അരവിമാഷിന്റെ മോള്. എടാ, ചട്ടമ്പി കല്യാണി. ചന്തു പറഞ്ഞതും ഓർമ്മയിൽ ആ മുഖം ചികയാൻ തുടങ്ങി. എടാ, 8ാം ക്ലാസ്സിൽ നിന്നെ ഇഷ്ടമാണെന്ന് എല്ലാവരുടെ മുന്നിൽ വെച്ച് വിളിച്ചു പറഞ്ഞ് നിന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച ഒരു മുതലിന് ഓർമ്മയുണ്ടോ? അതാണ് ദേ ആ പോയത്. ചന്തു പറഞ്ഞതും അനന്തൻ ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി. അപ്പോഴേക്കും അവൾ പോയിരുന്നു. എടാ അത്... അനന്തൻ അപ്പോഴും ഞെട്ടൽ മാറിയില്ല. ഹോ, അന്ന് എന്തായിരുന്നു നീ അവളുടെ കവിളിൽ കൊടുത്ത അടി? അവൾ ഒരു കൊച്ചുകുട്ടിയാണെന്നുള്ള ബോധം പോലും ഇല്ലായിരുന്നു നിനക്ക്. അതിനൊക്കെ ചേർത്തിനിയുള്ള കാലം നിനക്ക് കിട്ടും. ചന്തു പറഞ്ഞതിന് പൊരുൾ മനസ്സിലാവാതെ അനന്തൻ അവനെ നോക്കി. ഇക്കണ്ട കാലം മുഴുവൻ നിനക്ക് വേണ്ടി കാത്തിരുന്നിട്ട് നീ എത്തിയപ്പോൾ അരവിമാഷെ നിന്റെ വീട്ടിലേക്കൊരു കല്യാണം ആലോചിക്കാൻ പറഞ്ഞു വിട്ടിരുന്നവൾ. നിന്നോട് ആ കാര്യം കൂടെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അംബികാമ്മ ഇന്നിങ്ങോട്ട് വരണമെന്ന് എന്നോട് പറഞ്ഞത്. എന്ത് കല്യാണാലോചനയോ? നീ എന്താ ഇങ്ങനെ അന്തം വിട്ട മാതിരി ചോദിക്കുന്നത്? അമ്മ നിന്നോടൊന്നും പറഞ്ഞില്ലേ? ഇല്ല. എങ്ങനെ പറയും? ഇതല്ലേ സ്വഭാവം. എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം. അവൾ നിനക്ക് ചേരും. അവളേ നിനക്ക് ചേരൂ. നീ എന്തായാലും കല്യാണത്തിന് സമ്മതിക്കാൻ നോക്ക്. അതും പറഞ്ഞ് ചന്തു അവന്റെ തോളിൽ തട്ടിക്കൊണ്ട് മുന്നോട്ട് നടന്നു. അപ്പോഴേക്കും അംബിക ക്ഷേത്രത്തിൽ നിന്നും ഇറങ്ങി വന്നിരുന്നു. അമ്മ ഇന്നലെ എന്നോടൊരു കാര്യം പറയാൻ വന്നിരുന്നില്ലേ? എന്തായിരുന്നു അത്? അത് അരവിമാഷ് കുറച്ചു ദിവസം മുമ്പ് വീട്ടിൽ വന്നിരുന്നു. മാഷിന്റെ മോള് കല്യാണിയെ നിന്നെക്കൊണ്ട് കെട്ടിക്കുന്നതിന്റെ കാര്യം ആലോചിക്കാൻ വേണ്ടി വന്നതാ. അല്പം ഭയന്നുകൊണ്ടുള്ള അംബികാമ്മയുടെ മറുപടിയിൽ ചിരി വന്നുപോയി. അവനൊന്നും പറയാതെ ഒന്ന് മൂളിയതേയുള്ളൂ. മോനെ, കല്യാണി നല്ല കുട്ടിയാ. അമ്മയ്ക്ക് അവളെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാൻ നിർബന്ധിക്കില്ല. എങ്കിലും ഇത് നടന്നു കാണണമെന്ന് അമ്മയ്ക്ക് വളരെയധികം ആഗ്രഹമുണ്ട്. അവർ അതും പറഞ്ഞ് കാറിലേക്ക് കയറി. ഡീ പൂത്താങ്കിരി! തനിക്ക് മുന്നാലെ നടന്നു പോകുന്നവളെ അവൻ പിന്നാലെ നടന്നു വിളിച്ചു. എന്താ വിളിച്ചേ? കല്യാണി തിരിഞ്ഞു നിന്നു. അനന്തൻ അവളെ കയ്യിൽ പിടിച്ച് അവന്റെ അരികിലേക്ക് നിർത്തി. താനെന്താടോ കാണിക്കുന്നത്? എന്റെ കയ്യിൽ നിന്ന് വിട്. കല്യാണി കയ്യിൽ നിന്നും കുതറി. ആദ്യം എനിക്ക് നിന്നെ മനസ്സിലാകുന്നില്ല എന്നുള്ളത് സത്യം. പക്ഷേ എടി ചട്ടമ്പി കല്യാണി, എനിക്കറിയാം നീ ആരാണെന്ന്. അവൻ ചെറുപുഞ്ചിരിയോടെ അവളുടെ കണ്ണിലേക്ക് നോക്കി. താൻ ആരാണെന്ന് അവന് മനസ്സിലായി എന്ന് പറഞ്ഞതും അവളുടെ കണ്ണുകളിലൊരു പിടച്ചിലുണ്ടായി. അതുവരെ കുതറിക്കൊണ്ട് നിന്നവൾ ആ നിമിഷം അനങ്ങാതെ നിന്നു. എന്താടി ഇപ്പം നിനക്ക് ചാടണ്ടേ? അവൻ മൃദുവായ സ്വരത്തിൽ അവളുടെ അടുത്തേക്ക് നിന്നുകൊണ്ട് ചോദിച്ചു. അവളൊന്നും മിണ്ടിയില്ല. അന്നത്തെ ആ ചട്ടമ്പി പെണ്ണിന്റെ ഇഷ്ടം ഇപ്പോഴും നിനക്കെന്നോടുണ്ടോ? ഞാൻ ഇത്രയും കാലം കാത്തിരുന്നതറിഞ്ഞിട്ടും അനന്തേട്ടൻ അത് മനസ്സിലായില്ലേ? എന്തിനോ അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. അത് കണ്ടതും എന്തോ അവന്റെ ഹൃദയം പൊടിയുന്നത് പോലെ തോന്നിയവന്. അയ്യേ, എന്റെ ചട്ടമ്പിക്കല്യാണി, നിനക്ക് കരച്ചിലൊക്കെ വരുമോ? അവൻ കളിയാക്കി ചോദിച്ചു. എനിക്ക് എന്തിഷ്ടാണെന്നറിയോ അനന്തേട്ടനെ? അവൾ അവന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. അന്നെനിക്കത് മനസ്സിലായില്ല. അതിനുള്ള പ്രായച്ചിത്തം എന്നോണം ഈ ജന്മം മുഴുവൻ ഞാൻ തിരിച്ച് സ്നേഹിച്ചോളാം നിന്നെ. അവളുടെ നെറുകയിലൊന്ന് ചുംബിച്ചുകൊണ്ട് അവൻ പറയുമ്പോൾ അവളുടെ ഹൃദയത്തിൽ നാദസ്വരമേളം മുഴങ്ങി. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.